الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പാഠമാണത്. ആളുകൾ അശ്രദ്ധമായി പോവാൻ വിശുദ്ധ ഖുർആൻ പോലും എടുത്തു പറഞ്ഞതിന്റെ തഫ്സീറിലൂടെ കാണാം. വൽ ഫജ്ർ വലയാലിൻ അശ്ർ. അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞു, ഫജ്ർ തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 രാത്രികളെ തന്നെയാണ്, 10 ദിനങ്ങളെ തന്നെയാണ് സത്യമെന്ന് പറയുന്നിടത്ത് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറുൽ ഖുർആനുൽ അളീമിലൂടെ ഈ ആയത്തിന് അദ്ദേഹം തഫ്സീർ പറഞ്ഞത് അൽ മുറാദ് ബിഹാ അശ്റു ദുൽഹിജ്ജ. ഈ 10 രാത്രികൾ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളാണ്. കമാ ഖാല ഇബ്നു അബ്ബാസ്, അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ അഭിപ്രായമാണ്. വബ്നു സുബൈർ വമുജാഹിദ് റളിയല്ലാഹു അൻഹും, ഈ പ്രഗൽഭരായ ആളുകളൊക്കെ പഠിപ്പിച്ചു ഈ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് ആഫിയത്തും ആയുസ്സും നൽകുമ്പോൾ നമ്മൾ പുൽകാൻ പോകുന്ന ആ 10 ദിനങ്ങളാണ്. ഹദീസിലൂടെ കാണാം, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ കാണാം. മാത്രമല്ല, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലെ കാണാം, അല്ലാഹുക്ക് സൽക്കർമ്മങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ദിവസങ്ങള് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിലെ ആരാധനകളാണ്. ഹദീസ് കാണാം, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളലു മിനൽ അമലി ഫീ ഹാദി. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളാണ്, ഈ 10 ദിവസങ്ങളിലെ അമലുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും നല്ല അമലുകളായി മറ്റൊരു അമലുകളുമില്ല. ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളിൽ അല്ലാഹുക്ക് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായ ഒരു ഇബാദത്തുകളുമില്ല. ഇന്ന് റസൂലുള്ളാഹി സ്വഹാബത്തിനോട് പറയുമ്പോ ഖാലു, ആ സ്വഹാബ ചോദിക്കുന്നുണ്ട്, വലൽ ജിഹാദ്, അള്ളാന്റെ മാർഗത്തിലുള്ള ജിഹാദിന് പോലും ഇതിനേക്കാൾ പുണ്യമില്ലയോ റസൂലേ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ്, ജിഹാദിന് പോലും ഈ പുണ്യമില്ല. പക്ഷേ അവിടെ പ്രവാചകൻ മറ്റൊരു വാചകം കൂടെ സൂചിപ്പിച്ചു, ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജിഅ ബിശൈ. തന്റെ സമ്പത്തും ശരീരവും കൊണ്ട് യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് ഇറങ്ങിപ്പുറപ്പെട്ട് ഒന്നും തിരിച്ചു കൊണ്ടുവരാത്ത മനുഷ്യനില്ലേ, ആ മനുഷ്യന് തന്നെയാണ് ശ്രേഷ്ഠത. അതല്ലാതെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നവനേക്കാളും പുണ്യം ഈ മാസത്തിലെ ഈ ദിവസങ്ങളിലെ അമലുകൾക്കുണ്ടെന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മാർഗത്തിലെ ഒരാള് ജിഹാദിന് പോയി, അദ്ദേഹത്തിന്റെ സമ്പത്ത് അവിടെ ചെലവഴിച്ചു, ഒന്നും തിരിച്ചു കൊണ്ടുവരുന്നില്ല. ആ മനുഷ്യന്റെ ശരീരം പോലും രക്തസാക്ഷിത്വമായി
എങ്കിൽ ആ മനുഷ്യന് ഇതിനേക്കാൾ ഫളലുണ്ട്, ശ്രേഷ്ഠതയുണ്ട്. എന്നാൽ യുദ്ധം ചെയ്ത് തിരിച്ചു വരുന്നതിനേക്കാളും അഫ്ളൽ എന്താണ്? ഈ 10 ദിവസങ്ങളിലെ ആരാധനകൾക്കാണ് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമായും നമ്മുടെ മനസ്സുകളിലൊക്കെ ഇപ്പൊ കടന്നു വരുന്ന ഒരു ചിന്ത ഉണ്ടാവും, ഈ 10 ദിവസങ്ങൾക്ക് ഇത്രയും പുണ്യം എന്ന് പറഞ്ഞാൽ അപ്പൊ റമദാനിലെ ദിനങ്ങൾക്കൊന്നും അവസാന 10-നൊന്നും ഇത്ര പുണ്യമില്ല എന്നുണ്ടോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ആ വാചകം എടുത്തുദ്ധരിച്ച് അദ്ദേഹം പറയാൻ, ഇന്ന അയ്യാമൽ അശ്റു ദുൽഹിജ്ജ മാസത്തിന്റെ പകലുകള് അഫ്ളലു മിൻ അയ്യാമിൽ അശ്റിൽ അവാഖിരി മിൻ റമദാൻ, റമദാനിലെ അവസാന 10 ദിനങ്ങളെക്കാളും പുണ്യമാണ്. പകലുകളുടെ കാര്യത്തില് ദുൽഹിജ്ജ മാസത്തിലെ 10 പകലുകൾ എന്ന് പറയുന്നത് റമദാനിലെ അവസാന 10 പകലുകളെക്കാളും പുണ്യമാണ്. എന്നാൽ വലയാലിൽ അശ്രി മിൻ റമദാൻ, റമദാനിലെ 10 രാത്രികൾ എന്ന് പറഞ്ഞാൽ അഫ്ളലു മിൻ ലയാലിൽ അശ്രി ദിൽഹിജ്ജ, ദിൽഹിജ്ജയുടെ 10 രാവുകളെക്കാളും പുണ്യമുള്ളത് റമദാനിന്റെ അവസാന 10 രാവുകൾക്കാണ്. പകലുകളിൽ ഏറ്റവും പുണ്യദിന ദുൽഹിജ്ജ മാസത്തിലെ പകലുകൾക്ക്, രാവുകളിൽ ഏറ്റവും പുണ്യമേദിന റമദാനിലെ അവസാനത്തെ രാവുകൾക്ക്. അപ്പൊ ഒന്ന് കരുതലോടെ ഇറങ്ങിത്തിരിച്ചാൽ ഈ പകലുകൾ അൽഹംദുലില്ലാഹ് നമുക്ക് ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇത്രയും പുണ്യമൊക്കെ ഈ ദിനരാത്രങ്ങൾക്ക് പറയാനുള്ള കാരണം എന്നറിയോ? മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, വല്ലദീ യൽഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദിൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളുടെ പ്രത്യേകതകൾ പ്രകടമായി ഈ പറയാനുള്ള കാരണം ലിമകാനി ഇജ്തിമായി ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ, സർവവിധ ആരാധനകൾ സംഗമിക്കുന്ന ദിവസമാണ് അൽഹംദുലില്ലാഹ് ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിവസങ്ങൾ. വഹിയ സ്വല, അതിൽ നമസ്കാരമുണ്ട്, വസ്സിയാം, അതിൽ നോമ്പുണ്ട്, വസ്വദഖ, അതിൽ ദാനധർമ്മമുണ്ട്, വൽ ഹജ്ജ്, ഹജ്ജ് കർമ്മവും അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റൊരു മാസത്തിലെ മറ്റൊരു ദിവസങ്ങൾക്കും ഇല്ലാത്ത പ്രത്യേകത. എല്ലാ ആരാധനകളും വന്ന് സംഗമിക്കുന്ന ദിവസങ്ങളാണ്. ഇതിലല്ലാതെ മറ്റൊരു അവസ്ഥയിലും ഇത്രയും ആരാധനകൾ ഒരുമിച്ച് കൂടുന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ പകലുകളെ ഇത്രയും പുണ്യമായി ആരാധനകൾ ചെയ്യാൻ പഠിപ്പിച്ചത് എന്നുള്ളതാണ്. പക്ഷെ നമ്മളൊക്കെ അശ്രദ്ധരാണ്. ഈ 10 ദിവസങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധരായി പോവാണ്. നമ്മുടെ സലഫുകളായ ആളുകൾ നോക്ക്, സഈദ് ഇബ്നു ജുബൈർ മഹാനായ താബിഈ, അദ്ദേഹം ഈ ദുൽഹിജ്ജ മാസത്തിന്റെ 10 ദിനങ്ങളെ കിട്ടുമ്പോ അദ്ദേഹത്തെ പറ്റി പറയാണ്, ഇദാ ദഖല അയ്യാമുൽ അശ്ർ, ഈ 10 ദിവസങ്ങൾ അദ്ദേഹത്തിലൂടെ കടന്നു വന്നാൽ ഇജ്തിഹാദൻ ശദീദ, കഠിനമായി അധ്വാനിക്കുന്ന ശീലമുണ്ട്. ഹത്താമായ ഖാദിയ ഖദിറു അലൈഹി, തനിക്ക് കഴിയില്ല എന്ന് തോന്നുന്നത് വരെ, ഇനി ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്ന അവസ്ഥ വരെയും അള്ളാഹ്ക്ക് വേണ്ടി ആരാധന ചെയ്യാറുണ്ടായിരുന്നു സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന മഹാനായ താബിഈ റഹ്മത്തുള്ളാഹി അലൈഹി. കാരണം അങ്ങനെ ഇബാദത്തെടുക്കൽ പുണ്യമുള്ള മാസമാണ്, ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ എന്നുള്ളതാണ്. കാരണം ഇബ്നുൽ മുഫ്ലിഹ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാണ്, കൂടുതൽ പ്രയത്നിച്ചാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് കിട്ടുന്ന ദിവസങ്ങളാണ് ഈ 10 ദിവസങ്ങള്. അതിന്റെ ശ്രേഷ്ഠതയും ഉത്കൃഷ്ടതയും ആളുകൾ അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അധികമായ ഇബാദത്തുകളെ അധികരിപ്പിച്ച് പുണ്യം നേടാൻ ഇതൊക്കെ ആയുസ്സിലൂടെ കടന്നു വരുന്ന ദിവസങ്ങളാണ്. നമ്മള് പെരുന്നാളിന്റെ തിരക്കിലേക്ക് മാത്രം ഇങ്ങനെ മാറുന്നുണ്ട്. പക്ഷെ ഒന്നാലോചിക്കുക, എപ്പോഴും ആയുസ്സിൽ ഇത് കിട്ടിക്കൊള്ളുന്നില്ല. എപ്പോഴും ആയുസ്സിൽ ഇത് കിട്ടിക്കൊള്ളുന്നില്ല. റമദാൻ കടന്നുപോയി, 2 മാസം കഴിഞ്ഞു, ദുൽഹിജ്ജ വന്നു. ഇനി പ്രിയമുള്ളവരെ, അതുപോലെ സുന്നത്തുകളുടെ അവസരങ്ങൾ പൂർവിക സമുദായങ്ങൾ ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് തുച്ഛമായ സമയങ്ങളാണ്, ആയുസ്സിന്റെ ദിവസങ്ങളാണ്. അതൊന്നും അമൽ ചെയ്യാതെ യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ, എന്റെ കഴിഞ്ഞുപോയ ജീവിതങ്ങളിൽ ഞാനൊന്ന് ചെയ്തിരുന്നെങ്കിലല്ലാ എന്ന് മരണത്തിന്റെ മുമ്പിലൂടെ വിലപിക്കേണ്ട സാഹചര്യം കടന്നു വരാതിരിക്കാൻ, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ,
ഉറപ്പായ മരണം കടന്നു വരുന്നത് വരെ എത്ര റമദാന് കിട്ടിയോ, എത്ര ദുൽഹിജ്ജകൾ കിട്ടിയോ, എത്ര മുഹറം നമ്മളിലൂടെ കടന്നു വന്നോ, ഓരോ മാസത്തിന്റെ 13, 14, 15 കടന്നു വരുമ്പോ, പ്രത്യേകമായ രാത്രിയുടെ അവസാന സമയങ്ങൾ കടന്നു വരുമ്പോ, അവസാന 3 കടന്നു വരുമ്പോ, ആഴ്ചകളിലെ വെള്ളിയാഴ്ചകൾ കടന്നു വരുമ്പോ, തിങ്കളുകളും വ്യാഴങ്ങളും കടന്നു വരുമ്പോ, കഴിഞ്ഞു പോയതൊന്നും തിരിച്ചു വരാതെ അല്ലാഹുവേ ഒന്ന് കടന്നു വന്നിരുന്നെങ്കിലെന്ന് മരണത്തിന്റെ ദൂതന്മാരുമായി മലായിക്കത്തുകൾ കടന്നു വരുന്ന സന്ദർഭങ്ങളിലോട് ഒരൽപ്പസമയമൊന്ന് നൽകുമോ അല്ലാ, ഒരൽപ്പസമയം കൂടെ കടന്നു കിട്ടുമോ അല്ലാ. നന്മകളിലൂടെ മീസാനിലൂടെ നന്മ തിന്മകൾ തൂക്കുന്ന സമയങ്ങളിലോ, നന്മയുടെ മീസാനിലൂടെ കനം കുറയുന്ന സാഹചര്യങ്ങളിലോ ഒരു റമദാനൊന്ന് കിട്ടിയിരുന്നെങ്കിലോ, ഒരു ദിൽഹിജ്ജയൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് വിലപിക്കുന്ന ആളുകളായി മാറാതിരിക്കാൻ അടച്ചുമൂടപ്പെട്ട നരകത്തിന്റെ കമാനങ്ങളിലൂടെ തുറക്കപ്പെട്ട് അവസാനമായി എറിയപ്പെടുന്ന സാഹചര്യങ്ങളിലോ ഒന്ന് മടക്കി തരുമോ അല്ലാ, ഒരൽപ്പസമയമൊന്ന് നൽകുമോ അല്ലാ എന്ന് കരയാതിരിക്കാൻ ആയുസ്സിലൂടെ അല്ലാഹു നൽകുന്ന നിമിഷങ്ങളാണ്. അങ്ങനെ വിലപിക്കാതിരിക്കാൻ അല്ലാഹു നൽകുന്ന സന്ദർഭങ്ങളാണ്. അത് പാഴാക്കാതിരിക്കാനുള്ള ഒരു മനസ്സാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു പിടിക്കാൻ കഴിയില്ല പ്രിയമുള്ളവരെ. ദിവസങ്ങളും ഡേറ്റുകളും ആയുസിന്റെ എണ്ണങ്ങളും മാറുമ്പോ പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. ആയുസ് ക്ഷയിക്കുമ്പോ, ആരോഗ്യം ക്ഷയിക്കുമ്പോ, തിരിച്ച് നല്ലൊരു സമയം ഇബാദത്ത് ചെയ്യണമെന്ന് മനസ്സ് മോഹിക്കുമ്പോ തിരിച്ചു കരകയറാൻ കഴിയില്ല. അതുകൊണ്ടുള്ള സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ എങ്ങനെ ഈ 10 ദിവസങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം, എങ്ങനെ ആരാധന ചെയ്യാം? പണ്ഡിത ലോകം പറയും, ഒന്നാമതായി അസ്വലാ, നമസ്കാരമാണ്. ഫർള് നമസ്കാരങ്ങളുടെ ജമാഅത്തുകളെ ശ്രദ്ധിക്കണേ. വല്ലിക്താറു മിനൻ നവാഫിലി ഫഇന്നഹാ മിൻ അഫ്ളലിൽ ഖുറബാത്ത്. ഫർള് ജമാഅത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ എത്ര സുന്നത്തുകളെ അധികരിപ്പിക്കാൻ പറ്റുമോ അത്രയും അധികരിപ്പിക്കാൻ, അള്ളാന്റെ സാമീപ്യം നേടാൻ കഴിയുന്ന, അള്ളാനോട് അടുപ്പമുണ്ടാക്കാൻ കഴിയുന്ന ഇബാദത്ത് എന്ന് പറയുന്നത് നമസ്കാരമാണ്. അതുകൊണ്ട് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിലോട് ധാരാളമായി സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ, അങ്ങനെ ഒരു പരിശ്രമം നടത്തി നോക്കാൻ. എങ്ങനെ ഫർള് ജമാഅത്തുകൾ കൃത്യമായി നിർവഹിക്കാം, എന്നിട്ട് എത്ര സുന്നത്തുകൾ നമുക്ക് അധികരിപ്പിക്കാൻ സാധ്യാവോ നോക്കേ. നമുക്ക് അവസരമില്ലായിട്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹിന്റെ ഭാര്യയാണ്, ഒരുപാട് നേരം ഇബാദത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ചോദിച്ചു, ഉമ്മു ഹബീബ സ്വർഗം വേണോ, സ്വർഗത്തിലെ വീട് വേണോ ഉമ്മു ഹബീബ? ആഗ്രഹം അതല്ലേ? അള്ളാഹിന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റവാത്തിബ് സുന്നത്ത് 12 റക്അത്ത് പതിവാക്കാൻ പറ്റോ സ്വർഗത്തിൽ വീട് കിട്ടുന്ന? ഈ ഖുത്ബ കഴിഞ്ഞ് നമ്മൾ ഈ ജുമഅ കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചു നിർത്തേണ്ട ഒരു കാര്യം, ഈ സുന്നത്ത് ഞാൻ വിടൂല. എന്താണ്? ളുഹറിന് മുമ്പ് 2 എന്നുള്ളതിനെ 4 ആക്കുക. 10 ശക്തമായി നമ്മളോട് പറഞ്ഞതില് ളുഹറിന് മുമ്പുള്ള 2നെ 4 ആക്കി. അങ്ങനെ ഒരു ദിവസം 12 റക്അത്ത് പതിവായി ചെയ്യാൻ പറ്റുമോ? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്, ളുഹറിന് മുമ്പ് ഒരു 4, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, അങ്ങനെ ജീവിതത്തിലെ മുഅക്കദായി ശക്തമായി 12 റക്അത്തിന് പതിവായി ചെയ്യാൻ പറ്റുമോ? അവസരങ്ങളില്ല നമുക്ക്. കടലിൽ നുരകളെക്കാളധികം ചെറുപാപങ്ങളെ പുറത്തു തരുന്ന ദുഹാ നമസ്കാരല്ലേ നമുക്ക്. ഇനി അത് തന്നെ ഒക്കെ നമ്മുടെ പള്ളിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഹജ്ജിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നും പരിസരത്തുമായി അവരെ സംഗമിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ദുൽഹിജ്ജ മാസത്തിൽ പുണ്യമായ അറഫയുടെ ദിനങ്ങളിൽ അടുത്ത ആഴ്ച അല്ലാഹു തൗഫീഖ് നൽകിയാൽ ആ വിഷയം പറയും. അല്ലാഹു മലക്കുകളോട് അറഫ താഴ്വര നോക്കി ഫഖർ പറയുന്ന, എന്റെ അടിമകളെ കണ്ടില്ലേ എന്ന് ഒരേ വസത്തിൽ വന്നവരോട് അല്ലാഹു ഫഖർ പറയുന്ന ദിവസം. പക്ഷെ ഇവിടെ നമ്മുടെ പള്ളിയിലിരിക്കുന്ന ആളുകൾ ഹജ്ജ് ചെയ്തവരുണ്ടാകാം, ചെയ്യാൻ മോഹിക്കുന്നവരുണ്ടാകാം, ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ കഅബ കാണാൻ കഴിയാത്തവരുണ്ടാവാം. പക്ഷേ നമ്മളോട് പറയാണ്, ഇശ്റാഖിന്റെ നിസ്കാരം സുബഹി കഴിഞ്ഞാൽ ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാതെ ഒരല്പസമയം അല്ലാഹുവിന്റെ പള്ളിയിലിരുന്ന് ആ സമയമൊന്ന് ഉദയസമയമൊന്ന് തെന്നിമാറി അല്ലാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ പറ്റുമോ? ഹജ്ജിന്റെ ഉംറയുടെ പ്രതിഫലം നൽകാം, പരിപൂർണമായി നൽകാമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓഫർ നൽകാൻ.
ഇങ്ങനെ സുന്നത്തുകളെ അധികരിപ്പിച്ചുള്ള ഒരു ജീവിതം ഉണ്ടാവും. നിസ്കാരം, അതിന്റെ സുജൂദുകൾ, രാത്രിയുടെ അന്ത്യയാമങ്ങള്, എല്ലാവരും കിടന്നുറങ്ങുമ്പോ അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കാൻ പറ്റുമോ? അള്ളാഹുവിനോട് സാമീപ്യമുണ്ടാക്കാൻ, ഈ ദിവസങ്ങളെ ഒരു പ്രചോദനമായി എടുക്കാൻ. വീണ്ടും അവിടെ പണ്ഡിത ലോകം പറയാണ്, ഈ 5-10 ദിവസങ്ങളിലൂടെ ചെയ്യാൻ മറ്റൊരു ഇബാദത്ത് സൗമാണ്. അതിന് നോമ്പ് നോക്കാനുള്ള മനസ്സുണ്ടോ? നോമ്പെടുക്കാൻ പ്രവാചകന്റെ ഭാര്യമാരിൽ നിന്ന് അൻബഅലി അസ്വാദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ചില ഭാര്യമാര് പറയാണ്, ബഅൽ അസ്വാദ് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ പ്രയോഗങ്ങളിൽ കാണാ, അത് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയാണ്. ഖാലത്ത്, അവര് പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ മുത്ത് റസൂലായിരുന്നു, യസൂമു തിസ്അ ദിൽഹിജ്ജ, ദുൽഹിജ്ജയിലെ 9 നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഹദീസിന്റെ ശറഹുമായി ബന്ധപ്പെട്ട് പല ആളുകളും അത് ദുൽഹിജ്ജ 9 എന്നും അല്ല 1 മുതൽ 9 വരെയാണെന്നും അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, അതിലേറ്റവും പ്രബലമായി നിൽക്കുന്നത് ദുൽഹിജ്ജ 1 മുതൽ 9 ദിവസം തുടർച്ചയായി നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ വലിയൊരു നേട്ടം തന്നെയാണ്. ഇനി 9 പറഞ്ഞ ആളുകളും അതിന്റെ മുന്നുള്ള ദിവസങ്ങൾ നോമ്പെടുക്കുന്നത്, അതിനെ എതിർത്ത് ആരും സംസാരിച്ചിട്ടില്ല. 9 ദിവസവും നോമ്പെടുക്കണമെന്ന് പറഞ്ഞവരിൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, ഇബ്നു സിരീൻ, ഖതാദ, മുജാഹിദ് റളിയല്ലാഹു അൻഹു മജ്മഈൻ, പ്രഗൽഭരായ സഹാബ ലോകത്തോട് അവരൊക്കെ പഠിപ്പിച്ചു തന്നു. ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസത്തിൽ 1 മുതൽ 9 വരെയും തുടർച്ചയായി നോമ്പെടുക്കാൻ, ആ മഹത്തായ പുണ്യങ്ങളെ നേടാൻ, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ മാസപ്പിറവി നമ്മളിലേക്ക് ഇന്ന് ദുൽഹിജ്ജ 1 സ്ഥിരീകരിക്കപ്പെട്ടാൽ ആ ദിവസം മുതൽ ഇൻഷാ അല്ലാഹ് 9 വരെയും നോമ്പെടുക്കാൻ. അതിൽ 9 അറഫ ഒന്നുകൂടെ പ്രത്യേകമാണ്. യുകഫിറു സനത്തുൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളുടെ അല്ലാഹു തആല പുറത്തു തരുന്ന ആ മഹത്തായ നോമ്പുണ്ട്. അതുപോലെ തന്നെ തക്ബീർ, തഹ്ലീൽ, തഹ്മീദുകൾ അധികരിപ്പിക്കണമെന്നുള്ളതാണ്. പ്രത്യേകിച്ചും അതിന്റെ പെരുന്നാളിന്റെ ദിവസങ്ങൾ മുതലുള്ള അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലും അങ്ങാടികളിലൂടെ കയറി വരുമ്പോൾ പോലും സഹാബ തക്ബീറുകൾ ഉരുവിടാറുണ്ട് എന്ന് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉളുഹിയത്താണ് ഈ 10 ദിവസങ്ങളിലെ നമുക്ക് പെരുന്നാളിന്റെ 10ാമത്തെ ദിവസം മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിലാവാം. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായത് പെരുന്നാളിന്റെ ദിവസമാണ്. പറ്റുമെങ്കിൽ ഇപ്പൊ നമുക്കറിയാലോ, ചെറിയ പെരുന്നാളിനെ, റമദാനിൽ നോമ്പ് കഴിഞ്ഞുള്ള പെരുന്നാളിനെ നമ്മളൊരു ചെറിയ ലഘുഭക്ഷണം കഴിച്ചിട്ടാണ് മുസല്ലയിലേക്ക് പുറപ്പെടാറുള്ളത്. എന്നാൽ ഹജ്ജ് പെരുന്നാളുകൾക്ക് പ്രത്യേകത, കാലിവയറുമായി പുറപ്പെടലാണ് സുന്നത്ത്. പറ്റുമെങ്കിൽ ഉളുഹിയത്ത് അറുത്തതിന്റെ മാംസം കൊണ്ട് ആദ്യത്തെ ഭക്ഷണം കഴിക്കാൻ, അതല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ദിവസങ്ങളിൽ ഉളുഹിയത്തിന്, അത് കഴിയില്ലെങ്കിൽ അടുത്ത ദിവസം. അങ്ങനെ ആ മഹത്തായ കർമ്മങ്ങളിലേക്ക് നമ്മളിൽ ആർക്കൊക്കെ കഴിയുമോ അവരതിലേക്ക് അവർക്ക് ആ സൗകര്യമുണ്ടായിട്ട് ചെയ്യാത്ത ആളുകൾ നമ്മുടെ മുസല്ലായിലേക്ക് വരേണ്ടതില്ല എന്ന് വരെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? പ്രിയമുള്ളവർ, ഒരു കുടുംബത്തിലെ ഒരു ഗൃഹനാഥന് ചെയ്യാൻ പറ്റുമോ? ആ വീട്ടിൽ എല്ലാ ആളുകൾക്കും അതിന്റെ പ്രതിഫലം ലഭിക്കുന്ന ഇത്ര മഹത്തായ ഒരു കർമ്മം നമ്മൾ ഒരുപക്ഷെ ഒരു ഷെയറായിരിക്കും നമ്മൾ ഇറക്കുന്നുണ്ടാവുക. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യ, നമ്മുടെ ഉമ്മ, നമ്മുടെ മക്കള്, അൽഹംദുലില്ലാ എല്ലാവർക്കും ആ പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ പുണ്യകർമ്മമാണ് ഉളുഹിയ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ, അതുപോലെ തന്നെ അറഫയുടെ അന്നത്തെ പ്രത്യേക നോമ്പുകൾ, സുന്നത്തായ കർമ്മങ്ങള്, ഇങ്ങനെ എന്തെല്ലാം ഈ ദിവസങ്ങളിലൂടെ 10 ദിനരാത്രങ്ങളിലൂടെ പുണ്യകർമ്മങ്ങളായി ദിക്റുകളെ, തഹ്മീലുകളെ, തക്ബീറുകളെ പറയുമ്പോ അതിന്റെ കൂടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളെ, ആയുസ്സിന്റെ ഒരു സമയങ്ങളും നിസ്സാരമായി കണക്കുകൂട്ടേണ്ട പ്രിയമുള്ളവരെ, എല്ലാ മീസാനിന്റെ നന്മയിലൂടെ കനം കൂടാൻ, അൽഹംദുലില്ലാ മടങ്ങി വരാത്ത യാത്ര പോകുന്ന പരലോകത്തിന്റെ നാളിൽ വിജയം വരിക്കാനുള്ള ഒരു മുതൽക്കൂട്ടായി അല്ലാഹു ഇദാ ആയുസ്സിൽ നൽകുന്ന ഒരു സുവർണമായ നിമിഷമാണെന്ന് കരുതി 10 ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഇബാദത്തിലൂടെ മുന്നേറാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. ما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്ന വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ്സിലൂടെ തന്നതിലെ ഏറ്റവും സുവർണമായ ഒരു നിമിഷങ്ങളാണ്. ഒറ്റ കാര്യം നമ്മളുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിച്ചു വെച്ചാൽ മതി. ഞാൻ എൻ്റെ ജീവിതത്തിൽ കാര്യമായി അമലുകളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ ശ്രദ്ധേയനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീനയുടെ മസ്ജിദുൻ നബവിയുടെ ഓരത്തെ ടെന്റ് കെട്ടി ജീവിച്ച പട്ടിണിക്കോലം അസ്ഹാബ് സുഫയിൽപ്പെട്ട സ്വഹാബത്താണ് അവരെ. അവർക്ക് മറ്റു വരുമാനങ്ങളില്ല, പട്ടിണികളാണ്. ബോധം പോലും പട്ടിണികൊണ്ട് ബോധം നഷ്ടപ്പെട്ട് താഴെ വീണിട്ടുണ്ട്. ഒരുപാട് ഹദീസുകൾ ലോകത്തിന് സമ്മാനിച്ചതാണ്. രാത്രിയെ 3 പകുച്ചു വെക്കും. ഒരു ഭാഗം റസൂലിൽ നിന്ന് പഠിച്ചത് ഹിഫ്ള് ചെയ്യും, ഒരു ഭാഗം വിശ്രമിക്കും, ഒരു ഭാഗം അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യും. അങ്ങനെ ജീവിതം മുഴുവൻ കഴിച്ചു കൂട്ടിയ മഹാരഥനായ ഒരു സഹാബി മരണത്തിന്റെ നേരത്ത് സങ്കടപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ സങ്കടം? അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നമ്മളുടെ ഒക്കെ മനസ്സിലുണ്ടാവണം, അസ്സഫറു ത്വീൽ, എനിക്ക് യാത്ര പോവാൻ ഒരുപാട് ദൂരമുണ്ട്. എന്റെ ഖബറും കടന്ന് ബർസഹും കടന്ന് മഹ്ശറും കടന്ന് സ്വർഗ നരകങ്ങളുടെ ദൂരം ഒരുപാടാണ്. പക്ഷെ വസ്സാദു ഖലീൽ, എന്റെ കയ്യിലുള്ള വിഭവങ്ങള് എനിക്ക് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മളൊന്ന് ത്വല്ലം ചെയ്ത് നോക്ക് പ്രിയമുള്ളവരെ. ഇങ്ങനൊക്കെ ചെയ്തിട്ട് പോലും ഇന്ന് ഈ മിമ്പറിൽ നമ്മുടെ പള്ളിയിലെ ക്ലാസുകളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ് നമ്മൾ പഠിപ്പിക്കുമ്പോ അതിന്റെ പുണ്യം അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ആ മഹാരഥനായ സ്വഹാബി ഇത്രയൊക്കെ സേവനം ചെയ്തിട്ടും എന്റെ കയ്യിലൊന്നുമില്ല. അപ്പൊ നമ്മൾ ഈ അവസരങ്ങളെങ്കിലും ഉപയോഗപ്പെടുത്തി ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ 2ാമത്തെ ഖുത്ബയിൽ ഒരു ശ്രദ്ധേയമായൊരു വിഷയം കൂടെ ഇൻഷാ അല്ലാഹ്, ഉദ്ഹിയ്യത്ത് അറുക്കണമെന്ന് നിയ്യത്ത് ചെയ്ത് ആഗ്രഹിച്ച് അതിനുവേണ്ടി തയ്യാറെടുത്ത ആളുകളുണ്ടാകും. അത്തരം ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം വരുന്ന ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ മാസപ്പിറവി നിങ്ങൾ ദൃശ്യമായാൽ കണ്ടാൽ, വഅറാദ അഹദുക്കും അയ്യുളഹിയ, നിങ്ങൾ ആരെങ്കിലും ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, ഫൽയുംസിക് മിൻ ശഅരിഹി വഅൾഫാരിഹി, അവനവന്റെ നഖങ്ങളും അവന്റെ മുടികളും പിടിച്ചു വെക്കട്ടെ. അഥവാ അവന്റെ നഖങ്ങൾ വെട്ടുവാനോ മുടികൾ നീക്കം ചെയ്യുകയോ ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിമാണ് 1977 നമ്പർ ഹദീസിലൂടെ കാണാം. അപ്പൊ ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ മാസം സമാഗതമായി കഴിഞ്ഞാൽ അവരുടെ മുടി മുറിക്കുകയോ നഖം വെട്ടുകയോ ചെയ്യരുത്. അതിനു മുമ്പ് ഇൻഷാ അല്ലാഹ് കേരളത്തിലെ ദുൽഹിജ്ജയിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല. അതുകൊണ്ട് കഴിയുന്നതും ഇന്ന് ജുമുഅ കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ മഗ്‌രിബിന്റെ ഉള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് ധൃതിയായി ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യാപൃത കാണിക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു റിപ്പോർട്ടിലൂടെ കാണാം, ഫലാ യമസ്സ മിൻ ശഅരിഹി വബശരിഹി ഷൈആ, അവന്റെ മുടിയിൽ നിന്ന് അവന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്നൊന്നു പോലും തൊട്ടുപോകരുത്. ഈ ബശറത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാഹിറുൽ ജിൽദിൽ ഇൻസാൻ, മനുഷ്യന്റെ തൊലിയുടെ പുറമെയുള്ള ഭാഗങ്ങളാണ്. സ്കിന്നുകൾ അടർത്തിയെടുക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. നസായി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ കാണാം, ഫലാ യഖുദന്ന മിൻ ശഅരിഹി വമിൻ അൾഫാരിഹി ഷൈആ, ഒന്നും നിങ്ങൾ മുടിയോ നഖമോ നീക്കം ചെയ്യരുത്. ഹത്താ യുദഹിയ, ഏതുവരെ എന്നാണോ ബലിയറുക്കുന്നത്, 10 വരെ എന്നല്ല, ഒരുപക്ഷെ 11 ഉളുഹിയ്യത്ത് അറുക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവാം. നമ്മൾ നേർച്ചയാക്കി അല്ലെങ്കിൽ നമ്മൾ നിയ്യത്ത് ചെയ്ത ബലിമൃഗത്തിനെ എപ്പോഴാണോ അറുക്കുന്നത് അതുവരെയും നിങ്ങൾ നീക്കം ചെയ്യരുത് എന്നുള്ളതാണ്. മാത്രമല്ല, സ്വാഭാവികമായും ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ, അത് ഇപ്പോൾ പ്രതിഫലം, ഉളുഹിയ്യത്തിന്റെ പ്രതിഫലം ഒരു വീട്ടിലെ മുഴുവൻ ആളുകൾക്കുണ്ടെന്ന് പറയുമ്പോൾ ആ വീട്ടുകാർ മുഴുവനും അങ്ങനെ സൂക്ഷ്മത പാലിക്കണോ? അതിന്റെ ആവശ്യമില്ല. ലജ്ന ദായിമയുടെ ഫത്വയിലൂടെ കാണാം, ലിമൻ അറാദ അയ്യുളഹിയ, ആരാണോ ഉളുഹിയ്യത്ത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി, ആ ഗൃഹനാഥൻ, വീട്ടിലെ ഗൃഹനാഥനാണെങ്കിൽ ആ ഗൃഹനാഥൻ മാത്രമാണ് ഈ ചിട്ടകളെ പാലിക്കേണ്ടത്. എന്നാൽ പ്രതിഫലം വീട്ടിലെ മുഴുവൻ ആളുകൾക്കും ബാധകമാണ്. സൂക്ഷ്മത പാലിക്കേണ്ടത് അറുക്കാൻ ഉദ്ദേശിക്കുന്ന, അതിനുവേണ്ടി സാമ്പത്തിക ചെലവ് ചെയ്യുന്ന ഗൃഹനാഥൻ മാത്രമാണ് ഈ വിഷയത്തിലൂടെ ശ്രദ്ധ ചെലുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ നമ്മളോട് പഠിപ്പിച്ചു തരുന്നത് അതിനെ പൂർണ്ണമായി ജീവിതങ്ങളിലൂടെ പകർത്തിയെടുക്കാൻ, പുണ്യങ്ങളെ കരസ്ഥമാക്കാൻ ഇൻഷാ അല്ലാഹ് ത്യാഗത്തിലൂടെയല്ലാതെ പരലോകത്തിന്റെ വിജയമില്ല എന്ന് പഠിപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആദർശങ്ങളെ ജീവിതത്തിലൂടെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്ത അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നാമേവരെയും
ഒരുമിച്ച് ചേർക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ ഒരു മകൻ എന്നൊരു സർജറിക്ക് വേണ്ടി ബോംബെയിൽ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല മോനെ ആഫിയത്തുള്ള ദീർഘായുസ്സും ദിനചര്യകൾ ചെയ്യാൻ കഴിയുമാറുള്ള ഒരു ആഫിയത്തും അല്ലാഹു ആ മോന് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അത് പ്രത്യേകം ഈ മിമ്പറിൽ വെച്ച് തന്നെ ദുആ ചെയ്യണമെന്ന് എന്റെ മനസ്സിനൊരു ചിന്ത വരാൻ പോലും കാരണം എന്നറിയോ? നമ്മളുടെ പലപ്പോഴും ഇവിടുന്ന് തിരൂര് ഭാഗത്തുള്ള ഒരു സ്വദേശിയാണ്. നമ്മൾ ഇവിടുന്ന് ഖുത്ബ കഴിഞ്ഞാലേ സ്വാഭാവിക ഖുത്ബ പല ഭാഗങ്ങളും ഹിഫ്ള് ചെയ്ത് റെക്കോർഡ് ചെയ്ത് എനിക്ക് തന്നെ അയച്ചു തരും. ഒരു ദിവസം ഫോൺ വിളിച്ച് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചിട്ട് സംസാരം വ്യക്തമല്ല, കാലുകൾക്ക് നടക്കാനുള്ള ശേഷിയില്ല, എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണോ, എനിക്ക് നടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഒരുപാട് കാലങ്ങളായി ചികിത്സകള്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തോട് ഒരുപാട് സൂറത്തുകൾ ഹിഫ്ള് ചെയ്തിട്ടുണ്ട്. ഇന്നും സർജറിക്ക് പോകുന്നതിന് മുമ്പ് ഡ്രസ്സ് മാറി ഖുർആനിന്റെ ഹിഫ്ളുകളെ ഓതി പേഴ്സണലി അയച്ചു തന്നു. പല ആളുകൾക്കും അയച്ചു കൊടുത്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്. കുഞ്ഞു മോനൻ, ചെറിയ മോനൻ. ഞാൻ നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്തിരി പക്വതയും പ്രായമൊക്കെ വന്നിട്ടുള്ള കുട്ടിയാവും. ഇല്ല, ചെറിയൊരു കുട്ടിയാണ്. ഒരുപാട് സൂറത്തുകൾ ഹിഫ്ള് ചെയ്ത് ഒരുപാട് ദീന് പഠിച്ച് ഒരുപാട് ദഅവത്ത് ചെയ്യാൻ ആ ചെറിയ പ്രായത്തിലെ പല പ്രഭാഷണങ്ങളിൽ നിന്നും പഠിച്ച് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ അള്ളാന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന ഒരു മകൻ അല്ലാഹു തആല മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന ഒരു സ്വാലിഹായ മോനായി വളർന്നു വരാനും ആഫിയത്തോടെ വളർന്നാനും ചികിത്സകൾ ഫലപ്രദമാവാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊരു സഹോദരന്റെ ഉമ്മ കഴിഞ്ഞ ആഴ്ച അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്തോട് വിട പറഞ്ഞു. അല്ലാഹുവേ, ആ ഉമ്മാക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. പരലോക വിജയം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ. കുടുംബത്തോടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അവർക്കും ആ മാതാവിനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المجاهدين المضاعفين في فلسطين وفي رفح وفي عزة. اللهم كن لهم نصيرا، اللهم كن لهم نصيرا، اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى، اللهم افتح المسجد الأقصى، اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.